ഇരച്ചു വരുന്നത് മഴയാണ്. അമ്പോ എന്തിത്, ആ ഇരപ്പ് മഴയുടെ ഇരപ്പാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മഴ മുന്നറിയിപ്പ് നോക്കാം. ഇന്നും സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് എന്നടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് വരുന്ന 3 മണിക്കൂറിലെ അവസ്ഥ നോക്കാം. വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ ജില്ലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. വരുന്ന 3 മണിക്കൂറുകളിൽ ഈ ജില്ലകളിൽ മഴയുണ്ടാകും. മാത്രമല്ല, ഇന്ന് 29-ാം തീയതിയാണ്. ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് ഉള്ളതെന്ന് നോക്കാം. മഞ്ഞ അലർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ജാഗ്രത വേണം. ഈ ജില്ലകളിലുള്ളവർ, അതായത് മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാലിക്കേണ്ട എല്ലാ മുൻകരുതലുകളും ഈ ജില്ലകളിലുള്ളവർ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെയും മറ്റന്നാളും നിലവിൽ മഴ മുന്നറിയിപ്പില്ല. പക്ഷെ 1-ാം തീയതി മുതൽ നമുക്കറിയാം കാലവർഷം എത്തും. കാലവർഷം ഉടൻ ഈ മാസം മെയ് 26-ഓടെ കാലവർഷം എത്തുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പ്. പക്ഷെ പ്രവചനങ്ങൾ പാളിയിരിക്കുകയാണ്. കാലവർഷം വൈകുമെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോ ജൂൺ 1 മുതൽ കാലവർഷം ശക്തമാകും. ജൂൺ 1 മുതൽ എത്താൻ സാധ്യത എന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും കാലവർഷം എത്തുമ്പോൾ, അല്ലെങ്കിൽ കാലവർഷം വരുന്ന സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ച് വളരെ സുരക്ഷിതരായിരിക്കേണ്ട ആവശ്യകത നിലവിലുണ്ട്. അപ്പോൾ എന്തായാലും 1-ാം തീയതി മുതൽ മഴ ശക്തമാകും. വരുന്ന 2 ദിവസങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകുമെന്നാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1-ാം തീയതി മുതൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജില്ലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം. മാത്രമല്ല, ഈ കാലവർഷം എത്തുമ്പോൾ, കാലവർഷത്തിന്റെ മുന്നറിയിപ്പിലേക്ക് നമുക്ക് എത്താം. അതിനു മുന്നേ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് ഈ കാലവർഷം എത്തുമ്പോൾ കാലവർഷ കെടുതികളും കൂടി ഉണ്ടാകും. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ വെച്ച് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. കാലവർഷത്തിനൊപ്പം കാലവർഷ കെടുതികൾ കൂടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിൽ ആ ഒരു സമയത്ത് പാലിക്കേണ്ട ഒരുപാട് മുൻകരുതലുകളുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും വെള്ളക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമൊക്കെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും മാറി താമസിക്കേണ്ട ഘട്ടമാണെങ്കിൽ അത്തരത്തിൽ മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റോഡുകളിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മഴ സമയത്തുള്ള ഡ്രൈവിംഗ് അത് വളരെ അപകടകരമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. റോഡിൽ നിരത്തുകളിൽ വാഹനവുമായിട്ട് ഇറങ്ങുമ്പോൾ, ഈ മഴക്കാലത്ത് നിരത്തുകളിൽ വാഹനവുമായിട്ട് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ ജാഗ്രതയോടെ തന്നെ യാത്ര ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ആ ഒരു മുന്നറിയിപ്പ് കൂടി നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഈ ഒരു ദിവസങ്ങളിൽ ഒഴിവാക്കുക എന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ നമുക്ക് നൽകുന്നത്. ഈ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, വാഹനങ്ങളുടെ കാഴ്ച മങ്ങാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, മഴക്കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ മറ്റൊരു അപകടമാണ് മരങ്ങൾ ഒടിഞ്ഞു വീഴുക, അല്ലെങ്കിൽ പോസ്റ്റുകൾ, ഇത്തരത്തിലുള്ള ഈ റോഡ് ഭാഗത്തുള്ള വസ്തുക്കളൊക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അപകടം മുന്നിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അപകടം, അങ്ങനെയുള്ള അപകട സാധ്യതയുള്ള മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് സുരക്ഷ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കരമനയാറ്റിൽ കണ്ട ഒരു കാഴ്ചയാണ്. അതായത് കുറച്ചുപേര് കുളിക്കാൻ ഇറങ്ങുന്ന ശേഷം ഒരു സൈനികനെ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം, അതായത് ഈ ഒരു മഴക്കാലത്ത്, കാലവർഷം വരുന്ന സമയത്ത്, ജൂൺ ജൂലൈ മാസത്ത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ ജൂലൈ മാസം അത് കാലവർഷത്തിന്റെ മാസമാണ്. വലിയ മഴ കിട്ടുന്ന മാസമാണ്. വലിയ അപകടങ്ങൾ മുന്നിൽ പതിയിരിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ വളരെ സുരക്ഷിതരായിട്ടിരിക്കേണ്ടതും അപകടങ്ങളിലേക്ക് നമ്മൾ മനഃപൂർവ്വം ചെന്ന് ചാടാതിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്.
അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ വെള്ളക്കെട്ടുകളും നദീതീരങ്ങളിലും അതുപോലെ തന്നെ കടലിലുമൊക്കെ ഇറങ്ങുന്നത് ഈ ഒരു മാസങ്ങളിൽ നമ്മൾ ജാഗ്രതയോടെ ചെയ്യേണ്ട കാര്യമാണ്, കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിൽ അങ്ങനെ ഈ ഒരു വെള്ളക്കെട്ടുകളിലും അതുപോലെ നദീതീരങ്ങളിലും ഒന്നും ഇറങ്ങാതിരിക്കുക, വളരെ ജാഗ്രത പാലിക്കേണ്ട മാസങ്ങളായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസവും കൂടി നമുക്ക് മുന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീരദേശത്തുള്ളവരും അതുപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി നമുക്ക് മുന്നിൽ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കള്ളക്കടൽ പ്രതിഭാസ സമയത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് മത്സ്യത്തൊഴിലാളികളാണ്. അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ കടലിൽ പോകാതിരിക്കുക. അതുപോലെ തന്നെ വള്ളങ്ങൾ കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വലിയ തിരമാലകൾ ഉണ്ടാകാം. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണല്ലോ വള്ളങ്ങൾ. അപ്പോൾ അത് ഈ ഒരു മഴയത്ത് അല്ലെങ്കിൽ ശക്തിയായ ഈ ഒരു തിരമാല അടിക്കുമ്പോൾ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കെട്ടിയിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യകത കൂടി അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് മാത്രമല്ല, കടൽക്ഷോഭം വളരെയധികം രൂക്ഷമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അപ്പോൾ മാത്രമല്ല, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നവർ, പ്രത്യേകിച്ച് വിനോദയാത്രയ്ക്കൊക്കെ പോകുന്നവർ ഈ മഴക്കാലത്ത് പോകാൻ പാടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലൊന്നും ഇടങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിലവിലെ മഴ മുന്നറിയിപ്പും അതുപോലെ തന്നെ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതാണ്. കഴിഞ്ഞ ദിവസമാണ് പേയാട് കാവടിക്കടവിലെ കരമനയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു സൈനികനെ കാണാതായത്. അപ്രതീക്ഷിതമായ അപകടങ്ങൾ മുന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ജലക്കെട്ടുകളിലും വെള്ളക്കെട്ടുകളിലൊന്നും ഈ സമയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ കഴിവതും പരിശ്രമിക്കുക. അത്തരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്വകാര്യ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ അറിയിച്ചതാണ് മെയ് 26-ന് കാലവർഷം എത്തുമെന്നത്. പക്ഷെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പ്രവചനങ്ങളൊക്കെ പാളിയിരിക്കുകയാണ്. മെയ് 26-ന് എത്തുമെന്ന് പറഞ്ഞിരുന്ന കാലവർഷം അത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി കാലവർഷം എപ്പോൾ എത്തുമെന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിലവിൽ വേനൽ മഴയൊക്കെ കിട്ടുന്നത് കൊണ്ട് ചൂടിൽ നിന്ന് വലിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ നമ്മുടെ ഉത്തരേന്ത്യയൊക്കെ സംബന്ധിച്ച് വലിയ രീതിയിലാണ് ചൂട് കടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു രൂക്ഷമായിട്ടുള്ള ചൂട് അവരെ അലട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മഴയ്ക്ക് കാലവർഷത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ കർഷകരൊക്കെ ഈ കാലവർഷം വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ കാലവർഷം എപ്പോൾ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് വരുന്ന മുന്നറിയിപ്പാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും കാലവർഷം ഇതുവരെ, ഇപ്പോ 26 എത്തുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് 29 ആയിരിക്കുകയാണ്. ഇതുവരെ കാലവർഷം എത്തിയിട്ടില്ല. അപ്പൊ കാലവർഷം എന്നെത്തുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ജൂൺ ആദ്യ വാരത്തോടെ കാലവർഷം എത്തും എന്ന ഒരു മുന്നറിയിപ്പാണ് നിലവിൽ അധികൃതർ നൽകുന്നത്. പ്രത്യേകിച്ച് ഈ മഴ സാധ്യതകൾ മുന്നിൽ കണ്ട് പല ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ മൺസൂൺ സാധ്യതകൾ ശക്തമാക്കി ഇടിമിന്നലോട് കൂടിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. കേരളത്തിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്യുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ 1-ന് ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങളായിട്ട് കാലവർഷം എത്തുമെന്നറിയപ്പെടുന്ന തീയതിക്ക് 2 ദിവസം മുൻപോ പിൻപോ ആണ് സാധാരണ കാലവർഷം എത്തുന്നത്. ഇത്തവണയും അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോ കാലവർഷം ഉടൻ തന്നെ ഉണ്ടാകും, ഒരാഴ്ചക്കുള്ളിൽ കാലവർഷം ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ കാലവർഷം കാത്തിരിക്കുന്ന മലയാളികൾ ഈ ജൂൺ ആദ്യവാരം വരെ ഒന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് നിലവിൽ കിട്ടുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ജൂൺ ജൂലൈ മാസം മഴ മാസമാണ്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക. ഒരുപാട് മുന്നറിയിപ്പുകൾ, മഴ മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. പല ജില്ലകൾക്ക് ജാഗ്രത ഉണ്ടാകും. നിലവിൽ മഞ്ഞ അലേർട്ട് ആണെങ്കിൽ പോലും വരും ദിവസങ്ങൾ അത് ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കുക.